നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിലേക്ക് വേണ്ടി പ്രിയപ്പെട്ട ഏറെ ബഹുമാനമുള്ള ലതിക ടീച്ചറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും കുഞ്ഞുമക്കൾക്കും എൻ്റെ നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. അതായത് നമ്മുടെ സ്റ്റുഡൻസ് ഇങ്ങനെ നല്ല രീതിയിൽ സ്ഥാപനങ്ങൾ നടത്തുന്നു, അതിൽ ഇത്രയും കുട്ടികൾ പാടുന്നു, പഠിക്കുന്നു എന്നൊക്കെ അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനവുമുണ്ട്. അജീഷിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മൃദംഗം വായിക്കുന്ന ആൾ കുറേ പേരുണ്ട്, എൻ്റെ സ്റ്റുഡൻസ് തന്നെയാണ്. ഒരു 26 വർഷം ഞാൻ അധ്യാപികയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പായിരുന്നു ഞാൻ സിനിമയിലൊക്കെ പാടിയിരുന്നത്. സിനിമ 89 മുതലാണ് ഞാൻ കോളേജിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. സിനിമാ പാട്ടുകാരി അല്ലെങ്കിൽ ഒരു പിന്നണി ഗായിക എന്നതിൽ സന്തോഷമുണ്ട്. എന്നാൽ അതിനേക്കാൾ എനിക്ക് അഭിമാനം തരുന്നത് ഒരു അധ്യാപിക എന്ന നിലയിൽ തന്നെയാണ്. കാരണം കുറേയധികം ആയിരക്കണക്കിന് മക്കളെന്ന് പറയാം. ഞാൻ മക്കളെ പോലെയാണ് എൻ്റെ പിള്ളേരെ കാണുന്നത്. എവിടെ പോയാലും മക്കളവിടെ ഉണ്ടാവും. ഇവിടെ പോയാലും ഒരാളെങ്കിലും അവിടെ ഉണ്ടാവും. ആ വേദിക്ക് അടുത്ത് വരും, ടീച്ചറിനെ വന്ന് കാണാനായിട്ട് വരും. അതൊക്കെ പ്രത്യേകിച്ചും അധ്യാപകരുടെ ഒരു സന്തോഷമാണ്, അഭിമാനമാണ്. പിന്നെ മക്കൾ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ എല്ലാം എന്താണ്, അവർ ഗൂഗിൾ അവരുടെ അച്ഛനമ്മമാരെന്ന് പറയുന്നത് ശരിക്കും ഗൂഗിളാണെന്ന് തോന്നുന്നു. കാരണം എല്ലാവരും എന്തെങ്കിലും സെർച്ച് ചെയ്യണം, എന്തെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിൽ അവർ അച്ഛനോ അമ്മയോടോ അല്ല ചോദിക്കുന്നത്, അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിനെ വിശ്വസിച്ച് വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ മാറ്റങ്ങളുടെ കാലമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല, ഞാൻ പഴയ ആളാണ്. പഴയ രീതിയിൽ പഴമയെ ഇഷ്ടപ്പെടുന്ന ആളാണ്. മാറ്റങ്ങൾ വേണം, പക്ഷേ അത് ഒരുപാട് എന്തോ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എനിക്ക്. അത് കാരണമാണ് ഞാൻ ഈ ഫീൽഡിൽ നിന്ന് കുറച്ചൊക്കെ മാറി നിൽക്കുന്നത് പോലും. പഴയ പാട്ടുകൾ എന്നുള്ള രീതി, ചരിത്രങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്കുള്ളത്. പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എൻ്റെ കുറേ പാട്ടുകൾ കൊച്ചു പിള്ളേർക്ക് അറിയാൻ പറ്റില്ല, എങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഇപ്പോഴത്തെ കുട്ടികളുടെ അച്ഛനമ്മമാർ അവരൊക്കെ ജനിച്ച സമയത്തൊക്കെ ആയിരിക്കണം ഞാൻ പാടിയത്. ജനിച്ച കുഞ്ഞുങ്ങളായിരിക്കും. അവരുടെ അച്ഛനമ്മമാർക്ക് ഒരു പക്ഷേ എൻ്റെ പാട്ട് പരിചിതമായിരിക്കും. ഞാൻ പാടാൻ തുടങ്ങിയിട്ട് കുഞ്ഞുനാൾ മുതൽ പാടുന്നുണ്ട്. 60 വർഷമായി കേട്ടോ പാട്ട് പാടാൻ തുടങ്ങിയിട്ട്. അതായത് 5 വയസ്സിൽ പാടാൻ തുടങ്ങി. ഞാൻ സിനിമയിൽ പാടാൻ തുടങ്ങിയിട്ട് 50ാമത്തെ വർഷമാണ്. ശരിക്കും ആ ഒരു കാലഘട്ടത്തിലെ ഒരു ഗായിക ആയതിലും ആ ഒരു കാലഘട്ടത്തിലെ ഒരു അധ്യാപിക ആയതിലും വളരെയധികം സന്തോഷം. കാരണം സ്നേഹമുണ്ട്, പിള്ളേർക്ക് സ്നേഹം ബഹുമാനമൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് പഴയ പാട്ടുകൾ. എല്ലാവരും എൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് പാടിയ ഈ 40 വർഷം, ഇപ്പം കാതോട് കാതോരം പാടിയിട്ട് 40 വർഷമാണ്. 85 പാടിയ പാട്ടാണ്, ഇപ്പം 40 വർഷമായി. ഇപ്പോഴും ആ പാട്ടെല്ലാവരും കേൾക്കുന്നുണ്ട്. കൊച്ചു പിള്ളേരൊക്കെ ഈ റിയാലിറ്റി ഷോസിലൊക്കെ പാടുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് എൻ്റെ സന്തോഷവും എൻ്റെ സമ്പാദ്യവും അത് തന്നെയാണ്. അവരുടെയൊക്കെ സ്നേഹം, ഇതൊക്കെ തന്നെയാണ് എൻ്റെ സമ്പാദ്യം. ഒരു പറയില്ലേ, സ്നേഹമാണ് അഖില സാരമൊഴിയിൽ എന്ന് പറയുന്നത് പോലെ എൻ്റെ സമ്പാദ്യം മുഴുവൻ സ്നേഹമാണ്. കുട്ടികളുടെ ആയാലും ഈ പാട്ട് ഇഷ്ടപ്പെടുന്നവരുടെ ആയാലും സ്നേഹിക്കുക, അത് തന്നെയാണ്. എല്ലാവരും സ്നേഹത്തോടു കൂടി പെരുമാറുക എല്ലാവരോടും. ഞാൻ എല്ലാവരും എവിടെ പോയാലും ഞാൻ പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ഏറ്റവും ഒരു ലക്ഷ്യം എന്ന് പറയുന്നൊരു സമാധാനപരമായ ഒരു ജീവിതം, സമാധാനപൂർണ്ണമായ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതം. അതാണല്ലോ എല്ലാവരുടെയും അൾട്ടിമേറ്റ്. അതൊക്കെ വരണമെങ്കിൽ, നമ്മൾക്കത് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു 2-3 കാര്യങ്ങൾ ഒഴിവാക്കി നിർത്തണം എന്ന് എൻ്റെ അനുഭവം ഞാൻ പറയാണ്. അതായത് അത്യാഗ്രഹം
ആയി തുടങ്ങുന്ന ചില വാക്കുകളാണ്. അത്യാഗ്രഹം, ആഗ്രഹം ആവാം, അത്യാഗ്രഹം വേണ്ട. അതായത് കാരണം ഒരുപാട് ആഗ്രഹിച്ച് അത് കിട്ടിയില്ലെങ്കിൽ, കിട്ടാതെ വരുമ്പോൾ അത് നിരാശയിലേക്ക് പോകും. നിരാശയായാൽ അത് മനസ്സിനും ശരീരത്തിനും ഒക്കെ ബാധിക്കും. അതുപോലെ അത്യാഗ്രഹം, അഹങ്കാരവും പാടില്ല. നമ്മൾ എത്ര ഉയരത്തിലെത്തിയാലും നമ്മൾ വന്ന വഴി മറക്കരുത് എന്നുള്ളൊരു സംഭവമുണ്ട്. നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയോ അത് മറക്കാതിരിക്കുക. അതുപോലെ പിന്നെ അസൂയപ്പെടാതിരിക്കുക. ആരുടെയെങ്കിലും ഉയർച്ച കണ്ടിട്ട് അസൂയപ്പെടാതെ, ഓരോരുത്തർക്കും ഓരോ രീതി, ഓരോ റൂട്ട് മാപ്പാണ് ദൈവം നമുക്ക് വരച്ചു വിട്ടിരിക്കുന്നത്. ഓരോരുത്തരെയും ജനിക്കുമ്പോൾ തന്നെ വരച്ചു വിട്ടിട്ടുണ്ട്. ആ രീതിയിൽ അതിനനുസരിച്ച് അങ്ങ് പോയാൽ വലിയ കുഴപ്പമില്ലാതെ, പരിക്കുകളില്ലാതെ ജീവിച്ചു പോകാം. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, എന്താ ടീച്ചർ ഒരുപാട് പാട്ട് പാടാത്ത, എന്താ സിനിമയിൽ കുറേയധികം പാട്ട്, ഇപ്പം ഇങ്ങനെയൊന്നുമല്ല ടീച്ചറെ, നാടോടുമ്പം നടുവേ ഓടണ്ടേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയാം, വേണ്ട, ഞാൻ സൈഡിൽ കൂടെ പൊക്കോളാം. സൈഡിൽ കൂടെ പോയാൽ അധികം പരിക്കുണ്ടാവില്ലല്ലോ, നടുക്കിൽ പോയാൽ ആക്സിഡൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് അത് വേണ്ട, സൈഡിൽ കൂടെ പോയി ഉള്ളത് മതി. ആ ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ. എന്താണ് പാട്ടല്ലേ, എനിക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം പാട്ടാണ്. ഏത് പാട്ടാണ് വേണ്ടത്? ആദ്യം ഒരു പ്രെയർ പാടാം. പ്രെയർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അമരം എന്നൊരു ചിത്രം വന്നത്. അമരത്തിലൊരു പ്രെയർ സോങ് ഉണ്ട്. അത് ഞാൻ പാടിയ പ്രെയറാണ്. പക്ഷെ അത് പല സ്കൂളുകളിലൊക്കെ പ്രെയറായിട്ട് പാടുന്നുണ്ട്. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചോടുവയ്ക്കും ഈ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിൻ ഉൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകും ഉമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? അതിലെ വരികളാണ് ഈ പ്രെയറിൻ്റെ വരി. ലിറിക്സാണ് ശരിക്കും, ലിറിക്സിനാണ് പ്രാധാന്യം. അതായത് നമ്മൾ ഇപ്പം സ്കൂളിൽ ഇപ്പം 10ാം വാർഷികമാണ് സ്കൂളിൻ്റെ. ശരിക്കും തുടങ്ങുന്ന ഒരു സ്ഥലം, ഏതൊരു സംരംഭവും തുടങ്ങുമ്പോൾ പാടാൻ പറ്റിയ ഒരു പാട്ടാണ്. ഒരു ജീവിതമാണെങ്കിൽ എന്തിനും. അതായത് നമ്മൾ പാടും ഈ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. കാരണം പാട്ട് പഠിച്ച് തുടങ്ങുന്നത് സ്വരമാണ്. സ്വരം പാടി തുടങ്ങി കീർത്തനങ്ങളാകണേ, എൻ്റെ ഹൈ ക്ലൈമാക്സിൽ എത്തണേ. ചുവട് വയ്ക്കും ഈ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകും ഉമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. നല്ലൊരു പ്രെയറാണ്. ഏതൊരു സന്ദർഭത്തിലും പാടാൻ പറ്റിയ ഒരു പ്രെയറാണ്. ഇതും പാടിയിട്ട് ഏകദേശം 38 വർഷമൊക്കെ ആയിട്ടുണ്ട്. അമരം ചിത്രത്തിലാണ്. ലാ 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 മന്ത്രം
വിഷുപക്ഷി പോലെ കാതോട് കാതോരം തേൻ ചോരുമാ മന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ കാതോട് കാതോരം തേൻ ചോരുമാ മന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ. കുറച്ച് പാടാമേ. ഞാൻ പാടി കഴിയുമ്പോൾ പിച്ച് നോക്കിയാൽ മതിയേ. പാതിമയക്കത്തിൽ നീ എൻ്റെ ചുണ്ടത്ത് പുത്തിരി താളത്തിൽ കൊത്തിയപ്പോൾ പാതിമയക്കത്തിൽ നീ എൻ്റെ ചുണ്ടത്ത് പുത്തിരി താളത്തിൽ കൊത്തിയപ്പോൾ കാത്തളക്കിലും നീയോ കനന കനന എൻ്റെ കൺമഷി കലങ്ങിയോ തനനനന തനനന കാത്തളക്കിലും നീയോ കൺമഷി കലങ്ങിയോ മാറത്തെ മുത്തിന്നു നാണം വന്നോ ഉള്ളിൽ ഞാറ്റുവേല കാറ്റടിച്ചോ നാരും കളിരും പിഴിപ്പൂട്ടി താഴെ ശ്യാമാമ്പരത്തിൻ നിറമായി കേഴുമ്പോൾ കേൾപ്പൂ ഞാൻ നിൻ സ്വനം താവകരിൻ താരാട്ടുമായി ദൂരെയേതോ കാനനത്തിൽ താരും തളിരും പിഴിപൂട്ടി താഴെ ശ്യാമാമ്പരത്തിൻ നിറമായി. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? പാട്ട് കുറേ ഉണ്ട്, നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കേട്ടോണ്ടാൽ മതി. ദേവദൂതർ പാടി പാടാം ഞാനാ ഗാനം കുമാരേട്ട. കേട്ടിട്ടുണ്ടോ കുമാരേട്ട? വെങ്കലം ഒരുപാടുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ പാട്ടിനേക്കാളും എല്ലാവർക്കും ഹമ്മിങ്ങാണ് ഇഷ്ടം. കുറേ ഹമ്മിങ്സ് പാടിയിട്ടുണ്ട്. പശ്ചാത്തല സംഗീതം നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഓരോ സിനിമ കാണുമ്പോഴും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പശ്ചാത്തലം, അത് നമ്മൾ സിനിമ കാണുമ്പം ഒരു മ്യൂസിക് ബാക്കിൽ കേൾക്കില്ലേ, അത് അങ്ങനെ ആ 80s കുറേ അധികം സിനിമകളിൽ കുറേ ഹമ്മിങ്സ് ഞാൻ പാടിയിട്ടുണ്ട്. അതിപ്പോൾ ഈ അടുത്തിടെയായിട്ടാണ് അത് കുറച്ച് എല്ലാവരും കേട്ട് അറിയാം, എല്ലാവർക്കും അറിയാം, ഹമ്മിങ് അറിയാമെങ്കിലും ഞാൻ പാടിയെന്നുള്ളത് അറിയത്തില്ല. വൈറലായി, ഇപ്പോഴത്തെ വേർഡാണ് വൈറൽ. അല്ലല്ല, ജി മൈനർ. La 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 ചിത്രത്തിലെ വേറൊരു അമ്മിയാണ്.
മോഹൻലാൽ ചോദിക്കില്ലേ അവസാനം എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് ഒരു ഹമ്മിങ് ഉണ്ട്. നിങ്ങൾ നീ സിനിമ കാണുമ്പോൾ അതുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അതും കൂടെ വരുമ്പോഴാണ് നമുക്ക് ആ ഫീല് കിട്ടുന്നത്. അതായത് എന്നെ കൊല്ലാതിരിക്കാൻ എന്നെ കൊല്ലാതിരിക്കാൻ പറയട്ടെ, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ശരിക്കും അപ്പോഴാണ് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. കുറേ ഹമ്മിങ്സ് ഉണ്ട്. ഇനി അതുകൊണ്ട് 80കളിലെ സിനിമയൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഇനി ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഞാൻ ഒരുവിധം എല്ലാ സിനിമയിലും പാടിയിട്ടുണ്ട് ഹമ്മിങ്സ്. കേളി, ഒരു മിന്നാമിന്നിന്റെ നുറുങ്ങുവട്ടം. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 80കളിൽ പാടിയെങ്കിലും ഇപ്പോഴും പലരുടെയും റിംഗ് ടോണും അല്ലെങ്കിൽ പലരുടെയും സ്റ്റാറ്റസിലും എല്ലാം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സംഗീതത്തിന് മരണമില്ല, സംഗീതം കാലത്തെ അതിജീവിച്ച് പോകുന്നതാണ്. അതുപോലെ സംഗീതം ഉള്ളിടത്തോളം കാലം, മലയാള സംഗീതം ഉള്ളിടത്തോളം കാലം ലതിക ടീച്ചറിന്റെ ശബ്ദവും കൂടെ ഉണ്ടാവും. ഞങ്ങളുടെ അതാണ് എൻ്റെ സന്തോഷം. തീർച്ചയായിട്ടും ഞങ്ങളെ ഇനി അടുത്ത് ഇതുപോലെ വൈശാലിയിലുണ്ട് ഹമ്മിങ്. വൈശാലി അറിയത്തില്ല? വൈശാലി കണ്ടിട്ടുണ്ടോ? വൈശാലി അതിൽ ഉണ്ട്. കേളിയിലുണ്ട്. കേളി, കാണാമറയത്ത്, ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ ഏതൊക്കെ സിനിമയിലാണെന്ന് അറിയത്തില്ല. കുറേ സിനിമയിൽ ഹമ്മിങ്സ് പാടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളോടെല്ലാം എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഇനി സിനിമ കാണുമ്പോൾ ആ ഒരു ഏരിയ കൂടെ ശ്രദ്ധിക്കുക. പശ്ചാത്തല സംഗീതം അതും കൂടെ ശ്രദ്ധിച്ച് അതും കൂടെ കേട്ടിട്ട് നമ്മൾ സിനിമ കാണുകയാണെങ്കിൽ നേരത്തെ കണ്ടതിനേക്കാളും ഫീല് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഇപ്പോൾ എൻ്റെ അജേഷിൻ്റെ ഈ സ്കൂളിന് 10ാം വാർഷികം നോയൽ മ്യൂസിക് ആൻഡ് ഡാൻസ് അക്കാഡമി സ്കൂളിന് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഈ 10ാം വാർഷികം എല്ലാവരുടെയും അനുവാദത്തോടെ സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ടീച്ചർ. ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ടീച്ചറുടെ സ്വദേശം കൊല്ലമാണെങ്കിലും ലതിക ടീച്ചർ ഇപ്പോൾ താമസിക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് നിന്ന് നോയൽ മ്യൂസിക് അക്കാഡമിയുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്ന് ആ കാണിച്ച വലിയ മനസ്സിന് നോയലിൻ്റെ ഒരു സ്നേഹവും ആദരവും ഒരു പൊന്നാടയുടെ രൂപത്തിൽ നൽകുന്നു. പ്രിയപ്പെട്ട ലതിക ടീച്ചറിനെ ആദരിക്കുകയാണ് ഞങ്ങൾ. ആദരവ് ഏറ്റുവാങ്ങാൻ ലതിക ടീച്ചറിനെയും ഒപ്പം ആദരവ് നൽകുന്നതിലേക്ക് അജീഷിനെയും ഒപ്പം ഷൈനിയെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു നല്ല കൈയടി. നമ്മളെ മനസ്സ് നിറഞ്ഞില്ലേ ഇത്രയും പാട്ടുകൾ പാടി. ഭരതൻ എന്ന് പറയുന്ന എക്കാലത്തെയും മികച്ച സംഗീത സംവിധായകൻ്റെ എല്ലാ പാട്ടുകളും പാടിയിട്ടുള്ള ലതിക ടീച്ചറാണ്. ടീച്ചറിനോടുള്ള സ്നേഹവും ആദരവും ഞങ്ങൾ നൽകുന്നു. ഞങ്ങളുടെ സ്നേഹം, ഞങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങുക. പ്രിയപ്പെട്ട ലതിക ടീച്ചർ, ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് കാത്തിരുന്നിട്ടുണ്ട്. ഇത്രയും ഈ 10ാം വാർഷികം ധന്യമാക്കിയത് ടീച്ചറിൻ്റെ ഒരു സാന്നിധ്യമാണ്. ശരിക്കും പറഞ്ഞാൽ കൊല്ലാതിരുന്നൂടെ നമ്മളെ